ക്വസ്റ്റ്യൻ ഈസ് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ സ്ത്രീകൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് തെറ്റോ ശരി? എല്ലാവരും പറഞ്ഞു കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പം നത്തിങ് ഈസ് ഫ്രീ ഇൻ ദിസ് വേൾഡ്. അപ്പൊ അതിന് പകരമായിട്ട് റിസോഴ്സ് എല്ലാ രാജ്യങ്ങളിലും ഞാൻ കണ്ടുകൊണ്ട് ഒരു സെസ് ഏർപ്പെടുത്തും ഈ ട്രാൻസ്പോർട്ടിനായിട്ട്. ഇപ്പൊ എഡ്യൂക്കേഷന് വേണ്ടി ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ സെസ് അങ്ങനെയുള്ളൊരു ടാക്സ് ഇൻഡയറക്ട്ലി ഇവിടെയും വരും. അല്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ല. അങ്ങനെ ഏർപ്പെടുത്തിയ ആൾക്കാർ ഞാൻ ദീപ്തി മേരി വർഗീസിനോട് തന്നെ ചോദിക്കാം. അതായത് ഇപ്പൊ ഒരു സെസ് ഏർപ്പെടുത്തി ഈ സൗജന്യ യാത്ര അനുവദിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നികുതി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, എന്തിനാ ഈ നികുതി കൊടുത്ത് ഒരാൾക്ക് സൗജന്യം കൊടുക്കുന്നത് ചോദിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്ത് കാരണത്തിലാണ് ഇത് വേണ്ട എന്ന് വെക്കേണ്ട കാരണം? അല്ല, ഇത് രാഹുല് അല്ല അഡ്വക്കേറ്റ് ദീപ്തി അറിയേണ്ട കാര്യം, രാഹുല് പറയുന്നത് ഇത് പുരുഷന്മാർക്ക് എന്തിനാ നിഷേധിക്കുന്ന ചോദിക്കുന്നത്, അനീതി ഉണ്ടെന്നാ പറഞ്ഞു. അല്ല, സ്ത്രീകൾക്ക് എപ്പോഴും നമ്മള് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു കാരണം സ്ത്രീ ശാക്തീകരണം എന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ. സ്ത്രീ ശാക്തീകരണം വേണം എന്നുള്ള കാര്യത്തിലൊന്നും രാഹുലിന് എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുൽ കുറച്ച് കൂടുതൽ പുരുഷന്മാരോട് സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ നിലപാടെടുക്കുന്നു. അതെ, അതൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് അദ്ദേഹത്തിന്റെ ന്യായങ്ങൾ ഉണ്ടാവും അതിന്. പക്ഷെ അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം പാടില്ല എന്ന് അദ്ദേഹം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നമ്മൾ ഈ സൗജന്യമായിട്ട് ഇത് കൊടുക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലാണ്. നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ സാമ്പത്തിക ഖജനാവ് എന്ന് പറയുന്നത് പൂച്ച വെറ്റ് കിടക്കുന്നതാണ് എന്നുള്ളത് ഞങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ ഉയർത്തിയ ഏറ്റവും വലിയൊരു ആരോപണമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിന് പരിഹാരം കാണാൻ പറ്റാതെ? പരിഹാരം കാണണ്ടേ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് പരിഹാരം കാണണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? എവിടെയൊക്കെയാണ് ലാപ്സ് പറ്റിയിട്ടുള്ളത്? ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ IGST കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ, കഴിഞ്ഞ കുറച്ച് നാളും മുമ്പ് മാതൃഭൂമിയിൽ വന്ന പല വാർത്തകളിലും വന്നതാണ്. IGST ഏതാണ്ട് 25,000 കോടി രൂപ കേരളത്തിന് ലാപ്സ് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ശരിയായ രീതിയിൽ ടാക്സ് പിരിക്കാത്തത്? ഇപ്പോ നമുക്ക് ഏതൊക്കെ ഇനത്തിലാണ് ഏറ്റവും അധികം ടാക്സ് കിട്ടുന്നത്? ഒന്ന്, നമ്മുടെ ബാർ ഇനത്തിലും അതുപോലെ തന്നെ ലോട്ടറി ഇനത്തിലും ഒക്കെയാണ് നമ്മൾ ഏറ്റവും അധികം ടാക്സ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. മറ്റിനങ്ങളുണ്ട്. മറ്റിനങ്ങളിലൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ പിരിക്കുന്നുണ്ടോ? ഇപ്പോ പറയുന്നത് ടാക്സ് പിരിച്ച് ഈ സൗജന്യ യാത്ര നടപ്പിലാക്കാൻ പറ്റുമെന്നാണോ? അങ്ങനല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത കുറവ്, സാമ്പത്തികമായി നമ്മൾ എന്തുകൊണ്ടാണ് തകർന്നു പോയത്? കടക്കെണിയിൽ എന്തുകൊണ്ടാകപ്പെട്ടു? 1,00,000 കോടിയിലധികം കടമുണ്ടായിരുന്ന കടം എല്ലാവരും എടുക്കാറുണ്ട്, എല്ലാ സ്റ്റേറ്റും എടുക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ അത് 3-4 ഇരട്ടിയായി വർദ്ധിക്കാനുണ്ടായ കാരണമുണ്ട്. അങ്ങനെ ഒരു അനുപാതത്തിനപ്പുറമായി, എടുക്കേണ്ട അനുപാതത്തിനപ്പുറമായി കടമെടുപ്പ് അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കടമെടുപ്പ് നടക്കുന്നതിനോടൊപ്പം തന്നെ അതെങ്ങനെ പരിഹരിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ സംസ്ഥാനം കടക്കണിയിൽ അകപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമല്ലോ. അങ്ങനെ എല്ലാ കാലത്തും കടക്കണിയുമായി പോകാൻ പറ്റില്ല. ഞാൻ മറ്റൊരു കാര്യം പറയാം. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ക്ഷേമ പെൻഷനുകൾ നടത്തിയിരുന്നു. പല തരത്തിലുള്ള പെൻഷനുകൾ ഉണ്ടായിരുന്നു. ആ പെൻഷനുകളെല്ലാം പിന്നീട് കഴിഞ്ഞ 10 വർഷക്കാലമായി പലതും വെട്ടിക്കുറച്ചു. കാരുണ്യ പദ്ധതി ഇല്ലാതായി. അങ്ങനെ പല ക്ഷേമ പദ്ധതികളും നമുക്കില്ലാതായി. എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാമ്പത്തികമായി നമുക്കത് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തികമായി കൊടുത്തിരുന്ന ഒരു സംസ്ഥാനത്ത് സാമ്പത്തികമായി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നു. ഇനിയിപ്പോൾ അത് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു ടാക്സ് കളക്ഷൻ നമ്മുടെ സംസ്ഥാനം ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു.